DDFിന് വേണ്ടി മനോജ്, യൂണിറ്റ് സെക്രട്ടറി സുജീഷ്, INDCയുടെ ഇന്ന് KSRTCയിലെ തൊഴിലാളികളും ഈ സ്ഥാപനവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരെല്ലാം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജാതിക്ക് അതിജീവന യാത്ര എന്ന് പേരിട്ടത്? KSRTCയിലെ നിലവിലുള്ള റൂട്ടുകളിൽ 503 റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തതായി നിയമസഭയിൽ CPMന്റെ MLA ആയ M. ബിജിന് നൽകിയ മറുപടിയിൽ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അത് ദക്ഷിണ മേഖലയിൽ മാത്രം, കേരളത്തിലെമ്പാടും 1000-ലധികം റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. നിയമസഭാ മറുപടിയാണ്. അത് മാത്രമല്ല, നിരന്തരമായിട്ടുള്ള സുദീർഘമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ UDFന്റെ സർക്കാർ, കഴിഞ്ഞ UDF സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നേടിയെടുത്തിട്ടുള്ള 240 സൂപ്പർ ക്ലാസ് റൂട്ടുകൾ സ്വകാര്യ ബസ് ഉടമകൾ കോടതിയിൽ പോയതിനെ തുടർന്ന് ഗവൺമെന്റ് അവിടെ പരാജയപ്പെട്ട് തോറ്റുകൊടുത്തതിനെ തുടർന്ന് KSRTCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ആ റൂട്ടുകളെല്ലാം ഇന്ന് സ്വകാര്യ വ്യക്തികൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിഞ്ഞിരിക്കുക. KSRTCയുടെ പല ഡിപ്പോകൾക്കുള്ളിലും സ്വകാര്യ ബസിന്റെ ജീവനക്കാർ വന്ന് ആളെ വിളിച്ച് കയറ്റുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. സ്വകാര്യവൽക്കരണത്തിന് പറ്റിയ ഒരു കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശമ്പളം മുടക്കുന്നത്, ആനുകൂല്യങ്ങൾ മുടക്കുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ പറയും ഇത് സ്വകാര്യവൽക്കരിച്ചോട്ടെ എന്ന് പറയും. അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ് നടക്കുന്നത്. ആയിരുന്നപ്പോൾ 44,000 തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം, എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായി ഒരു മാസത്തിന്റെ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ അടുത്ത മാസം കൊടുക്കേണ്ട ശമ്പളം കൊടുക്കും. 1-ാം തീയതി കൊടുക്കേണ്ട ശമ്പളം തലേ മാസം അവസാനത്തെ വർക്കിംഗ് ഡേയിൽ കൊടുത്തുകൊണ്ടിരുന്നു. 44,000 പേർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു, ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു, എല്ലാം കൊടുത്തുകൊണ്ടിരുന്ന ഗവൺമെന്റ്. ഇപ്പൊ പുതുതായിട്ട് എന്താണ് KSRTC സംഭവിച്ചിരിക്കുന്നത്?